പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 നവംബർ മാസം 7-ാം തീയതി, അതായത് 1201 തുലാമാസം 21-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:21-നും അസ്തമയം വൈകിട്ട് 5:56-നുമാകുന്നു. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് പരിചിതമാണിന്ന്. വെള്ളിയാഴ്ചകളിൽ 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രങ്ങളിൽ വളരെയധികം ശുഭഫലങ്ങളിൽ തരുന്ന രോഹിണി നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയുമാകുന്നു. നാളെ കാലത്ത് 11:10 വരെ ദ്വിതീയ തിഥി, അതിനുശേഷം തൃതീയ തിഥി. തിഥി കറുത്തപക്ഷം 5 വരെ അത്ര ബലമല്ല. കറുത്തവാവ് കഴിഞ്ഞ് വെളുത്ത പക്ഷത്തെ 5-ാം തീയതി മുതലാണ് ചന്ദ്രൻ ബലവാനാകുന്നതെന്ന് നാം പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ ചന്ദ്രൻ ബലവാനായി വരികയാണ്. വെള്ളിയാഴ്ച ശുഭദിനമാണ്. രോഹിണി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. തിഥിയും കൊള്ളാം. പക്ഷേ സാധാരണ സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കുന്ന ദിവസമല്ല വെള്ളിയാഴ്ച എന്ന് അറിയുക. നാളെ മറ്റ് ശുഭകാര്യങ്ങൾക്കൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് രാഹുകാലം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം 12:21 മുതൽ 1:20 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. മകരൻ രാശിയാണ്. അത് യാത്രയായാലും വിവാഹ വിഷയങ്ങൾക്ക് വേണ്ട തീരുമാനമായാലും ഒക്കെ തന്നെ വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. നാളെ വെള്ളിയാഴ്ച ദേവിയുടെ ദിനമാണ്. രോഹിണി നക്ഷത്രത്തിലെ അധിപനായ ഗ്രഹം ചന്ദ്രനാണ്. രോഹിണി അത്തം തിരുവോണം. ചന്ദ്രൻ ദേവിയാകുന്നു, സ്ത്രീഗ്രഹമാകുന്നു. അതിനാൽ ശുക്രനും ചന്ദ്രനും സ്ത്രീഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിൽ. ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നു. നാളെ വെള്ളിയാഴ്ച നിർബന്ധമായും സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക. യുവതികളുടെ പേരിൽ അല്ലെങ്കിൽ യുവാക്കളുടെ പേരിൽ വളരെ അനുകൂലമായ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്രകാരം തന്നെ ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾക്ക് പരിഹാരമായി ഐക്യമത്യ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ദാമ്പത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെയധികം അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.